ഹായ് ഓൾ. അപ്പം ഇന്ന് നമ്മൾ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. വടക്കിൻ്റെ ഗുരുവായൂർ എന്നാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രം ദർശനം നടത്തുന്ന സമയത്ത് തന്നെ നമ്മൾ വേറെ 2 ക്ഷേത്രം കൂടെ ദർശനം നടത്തണം എന്നാണ് കേട്ടോ. അതിൽ ഒന്ന് ശ്രീ രാജരാജേശ്വര ക്ഷേത്രവും രണ്ടാമത്തത് കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രവുമാണ് കേട്ടോ. അമ്പലത്തിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഒരു തടാക ക്ഷേത്രമാണ്. ഇവിടെയാണ് ജലദുർഗ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ ഉത്സവത്തെ പറ്റി പറയാനാണെങ്കിൽ വിശ്വാസികൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. അതായത് ഇവിടുത്തെ ഉത്സവം ഒരു 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആന എഴുന്നള്ളത്തും അതുപോലെ തന്നെ വെടിക്കെട്ടും ഒരിക്കലും ഉണ്ടായിരിക്കുന്നതല്ല. കംസവധത്തിനു ശേഷം രൗദ്രഭാവത്തിലുള്ള ശ്രീകൃഷ്ണനായതുകൊണ്ടാണ് ആനയെ എഴുന്നള്ളിക്കാത്തത്. അമ്പലത്തിൻ്റെ മുന്നിലൂടെ പോലും ഇപ്പോഴും ആനയെ കൊണ്ടുപോകാറില്ല എന്നാണ് കേട്ടോ ഞങ്ങൾക്കറിയാൻ പറ്റിയത്.